ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാണെങ്കിൽ മനസ്സിലാകും. Make me a channel of your peace. Where there is hatred, let me bring love. But there is sadness, ever joy. ഫുള്ള് പഠിക്കുമ്പോൾ മാഗീൻസ് എന്ന് പറഞ്ഞ മാമുണ്ട്, ഞങ്ങളെ പ്രയർ സോങ്ങിലൊക്കെ പഠിപ്പിക്കുന്നു. ക്യാമ്പൻ സ്കൂളിൽ പല വർഷം മുമ്പത്തെ കഥയാണ്. ഈ സോങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ് എനിക്ക്. നിങ്ങൾ ഈ ഭൂമിയിലെ വിഷമങ്ങളും പെയിനും സഫറിങ്സും എല്ലാവരും കാണുന്നുണ്ട് ഓൺ എ ഡേ ടു ഡേ ലൈഫ്. നമുക്ക് എല്ലാവർക്കും ഏത് ദിവസം നോക്കിയാലും കൊച്ചോ അല്ലെങ്കിൽ വലുതായിട്ടോ അല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ പല പല കനത്തിൽ വിഷമങ്ങളുണ്ടാവുന്നുണ്ട്. വിഷമങ്ങളുണ്ടാവും, സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഡെയിലി ബേസിൽ ഞാൻ ഈ പറയും. ഒബിയസ്ലി ഇത് പറയാൻ കാരണം എനിക്ക് ഒബിയസാണ്, നിങ്ങൾക്ക് ഒബിയസാണ് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവർക്കും സഫറിങ് ഉണ്ട്, എല്ലാവർക്കും പെയിൻ ഉണ്ട്. ആൻഡ് ചില സമയത്ത് ഏറ്റവും കൂടുതൽ പെയിൻ വരാൻ കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ്. അതെനിക്ക് മനസ്സിലായി. ലൈക്ക് ഞാൻ ഈ പാട്ട് പണ്ട് പാടുമ്പോഴത്തേക്കും ഇതിൻ്റെ അർത്ഥത്തിൽ ശ്രദ്ധിച്ചിട്ട് പിന്നെ അർത്ഥം മനസ്സിലാക്കി ഈ പാട്ട് പാടുമ്പോഴത്തേക്കും രണ്ട് എൻ്റെ അർത്ഥം മനസ്സിലാക്കി ഞാൻ ഈ പാട്ട് പാടുമ്പോൾ അതൊരു പ്രാർത്ഥന എന്നുള്ള സാധനം എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അതിൽ എൻ്റെ പ്രാർത്ഥന എന്താണ്? മേക്കിംഗ് എ ചാനൽ ഓഫ് യുവർ പീസ് തന്റെ സീക്രട്ടിൽ കൊണ്ടിങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ ഒരു ടൂളായി, ഒരു ലൈറ്റ്നിങ് റോഡായി കണ്ടക്ട് ലെറ്റ് മീ പാസ് ഓൺ യുവർ പീസ്. ഞാൻ ദൈവത്തിലൂടെ ലോകത്തിലേക്ക് നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയാകട്ടെ. അതിൻ്റെ കൂടെ എനിക്ക് ബൈബിൾ ഇഷ്ടമുള്ളൊരു കഥയുണ്ട്. 5 താലന്തും 3 താലന്തും 1 താലന്തും ഇതിൻ്റെ കഥ. അപ്പോൾ ഈ താലന്തുകളുടെ കഥ, ആൻഡ് ഈ താലന്തുകളെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ പറയുന്ന ആ കോയിൻസ്, മണി എന്നുള്ള സാധനം, ആ സ്റ്റോറി ഇറ്റ് ഇസ് അബൌട്ട് ഗെയിനിങ് ഓൺലി ബ്ലെസ്സിങ്സ്, ഓൺലി ടാലൻസ്, ഓൺലി ഗിഫ്റ്റ് ഫ്രം ദ ഗോഡ്. ആൻഡ് കർത്താവ് കുറേ വർഷം കഴിഞ്ഞിട്ട് കഥയിൽ പറയുകയാണ്, യജമാനൻ തിരിച്ച് വന്ന് വൃത്തിയിലെല്ലാം വിളിച്ച് കൂട്ടി. അപ്പോൾ വൃത്തിയന്മാരെന്തെങ്കിലും അവർ ദൈവം തന്ന താലന്ത് കൊണ്ട് അവർ ക്യാമ്പിൽ ചെയ്തു. അവർ കൂടുതൽ നേടി. 5 കിട്ടിയവൻ 5 നേടി 10 യജമാനെ കൊണ്ട് സമർപ്പിച്ചു. 1 കിട്ടിയവൻ ഇരട്ടിയാക്കി 6 കർത്തനെ മനസ്സിലാക്കിച്ചു. 1 കിട്ടിയവനാകട്ടെ അതുകൊണ്ട് കുഴിച്ച് വെച്ചു. എന്നിട്ട് കുഴിച്ചെടുത്തിട്ട് ഈ കോയിൻ്റെ യജമാനെ കൊടുത്ത് പറഞ്ഞു, ഞാൻ ഭയങ്കര ദുഷ്ടനാണ്, അവർക്കൊക്കെ 5ഉം 10ഉം കുറേ നാളുകൾ കൊടുത്തു, എനിക്ക് ഒന്നും തന്നു, എന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ തിരിച്ചു വയ്ക്കുക, എന്നാൽ പിടിച്ചു വരികയെന്നും പറഞ്ഞു. അപ്പോൾ ഇതിലെ വിഷ്ണു വെച്ച് കഴിഞ്ഞാൽ ദൈവം ആരോട്ട് വന്ന് ചോദിക്കുന്ന തിരിച്ച് കൊണ്ടുപോകാനുള്ളൊരു കഥ അവിടെ ഇനീഷ്യൽ സ്റ്റേജിൽ കാണാമല്ലോ. ബാക്കി എടുത്തു. പക്ഷേ ഇവൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കൊടുക്കുവാണ്. ആ ഒരു താലന്തും എടുത്തിട്ട് 10 വഴിയാറുണ്ടല്ലോ, 5 കൊടുത്തവൻ 5 വലുതാക്കി തിരിച്ചു കാണിച്ചു കൊടുത്തവൻ 10 ദൈവം കൂടെ കൊടുത്തു. ഞാൻ ഈ കഥ പറയാൻ കാരണം നമ്മുടെ താഴത്തിന് ബ്ലെസ്സിങ്സ്, ഗിഫ്റ്റ്, കഴിവ് ഒക്കെ ദൈവത്തിൽ ചോദിക്കും. ഇവൻ ഞാൻ കൊച്ചിനെ ഒരു കീബോർഡ് പഠിക്കാൻ, പിയാനോ വായിക്കാൻ പരിശ്രമിക്കുന്ന കട്ട്സിനല്ല ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ചാടി നടക്കുന്ന മനുഷ്യനാണ് ഞാൻ. ലൈക്ക് അതിലെൻ്റെ വീക്ക്നെസ് ഉണ്ട്, എൻ്റെ സ്ട്രെങ്ത്തും ഉണ്ട്. ഇറ്റ് ഇസ് എൻ്റെ പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ ഇസ് ലൈക്ക് ദൈവം വന്ന് തിരിച്ച് ചോദിക്കുന്ന ഒരു പോയിന്റ് എത്തി എൻ്റെ ലൈഫിൽ. എനിക്ക് ഇപ്പോൾ 26 വയസ്സായി. ആൻഡ് ദൈവം ചോദിക്കുക, എവിടെ എനിക്ക് തന്ന ടാലൻസ് എവിടെ, എനിക്ക് തന്ന ബ്ലെസ്സിങ്സ് എവിടെ? എന്താ വെച്ചാൽ നീ എന്താ ചെയ്തേ? ഈ അതുകൊണ്ട് കുഴിച്ചിട്ടോ അതുകൊണ്ട് ഒളിപ്പിച്ച് വെച്ചോ? ഹിഡൻ ടാലൻസൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, ഹിഡനാക്കി വെച്ചേക്കുവാണ്. അത് കുറേ ഞാൻ തന്നെ ചിന്തിച്ചു. എനിക്ക് മനസ്സിലായി, ഞാൻ ജീവിതത്തിലൊക്കെ ചോദിച്ചു വാങ്ങിയ ടാലൻറ്റുകൾ കുഴിച്ചു വെക്കുന്നത് തെറ്റാണ്. ജീവന് അർഹിക്കുന്ന നന്മ നമ്മൾ ചെയ്യാതിരിക്കുന്നത് തിന്മയാണ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ there is a person A, there is a person B. Person A has a lot of money, person B has no money, person B is hungry and starving. ഇവർ രണ്ടുപേരും നെയ്ബേഴ്സ് ആണ്. സോ പേഴ്സൺ എന്താ ചെയ്യേണ്ടത്? ഷുഡ് ഷെയർ റിസോഴ്സസ് വിത്ത് പേഴ്സൺ ബി. പേഴ്സൺ ബീനെ ഫെയിൽ ചെയ്യുക, പേഴ്സൺ ബീനെ ഏബിൾ ആക്കുക, ഹെൽത്തി ആക്കുക, സ്റ്റേബിൾ ആക്കുക. റൈറ്റ്, ആ റെസ്പോൺസിബിലിറ്റി പേഴ്സൺ എക്ക് ഉണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ പേഴ്സൺ എ ആണെന്നും നമ്മൾ പേഴ്സൺ ബീനെ സഹായിക്കണം. ലൈഫിൽ എല്ലാവർക്കും പേഴ്സൺ ബി ആവാൻ ഇഷ്ടം, സഹായം മേടിക്കുക, ഇങ്ങോട്ട് രക്ത ഈവൻ ഞാൻ അങ്ങനെ കുറേ നടന്നവനാണ്. പേഴ്സൺ ബി ആവാൻ ശ്രമിച്ചവനാണ് പലവട്ടം. ചില സമയത്ത് പേഴ്സൺ ബി നമുക്ക് എപ്പോഴും പേഴ്സൺ ബി ആകാൻ പറ്റില്ല. ലൈഫിൽ ഡ്യുവാലിറ്റി ഉണ്ട്. നമ്മൾ എപ്പോഴും ഒരു സൈഡിൽ മാത്രം നിൽക്കുക. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് ലൈക്ക് അറ്റോമിക് ഹാബിറ്റ്സ്. ഇതിൻ്റെ സെക്കൻഡ് ട്രീഡാണ് ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ദിവസം റീസ്റ്റാർട്ട് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കാം. അതിൽ പറയുന്നൊരു കാര്യം ചെയ്യുന്ന ഒരു മരം, വലിയൊരു തേക്ക് വൃക്ഷം, അതിനെ പിഴുതെറിയാൻ ശ്രമിക്കുന്നതാണ്
of removing a bad habit എന്ന് പറയുന്നു. റൈറ്റ്. സോ ഇമാജിൻ അതിൻ്റെ കാർഡിങ് ഡിഫിക്കൽട്ടി ഈസ് ദാറ്റ് മച്ച്. ഓക്കെ. അതേസമയം ഒരു സീഡിട്ട് ഒരു പ്ലാന്റ് നമ്മൾ വളമൊക്കെ ഒഴിച്ച് ചെടി വളർത്തിയെടുക്കൽ, പ്ലാന്റായി നിറച്ചത് ചെടി വളർത്തിയെടുക്കൽ, ആ ഒരു ടാസ്ക്കാണ് ടു ബ്രിങ് ഇൻ ഗുഡ് ഹാബിറ്റ്സ്. സോ രണ്ടും ചാലഞ്ചിങ് ആണ്. യു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത്സ്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ഇറ്റ് സെൽഫ് ഇസ് എ ചാലഞ്ച് ആൻഡ് ക്രിയേറ്റിംഗ് എ ഗുഡ് ഹാബിറ്റ് ഇസ് ലൈക്ക് നർച്ചറിങ് എ പ്ലാന്റ്. പക്ഷെ ശരിക്കും പറഞ്ഞത് രണ്ടും എൻജോയ് ചെയ്യാൻ പഠിക്കും. വി ഹാവ് ടു ലെറ്റ് അവർ പാസ്റ്റ് സെൽഫ് സ്റ്റോപ്പ് ഡിഫൈനിങ് അസ്. ഞാൻ ഇത്രയൊക്കെ കാലത്ത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയോ കാലം അങ്ങനെ തന്നെ എന്നുള്ളൊരു റിജിഡിറ്റി അത് ബ്രേക്ക് ചെയ്യും. ആൻഡ് വാട്ട് ഐം ട്രൈങ് ടു സ്പീക്ക് ഇസ് ലൈക്ക് നിങ്ങളെല്ലാം പോയിട്ട് നിങ്ങളുടെ ക്യാരക്ടറിനെ കംപ്ലീറ്റ് അബോളിഷ് ചെയ്ത് പുതിയൊരു മനുഷ്യനാവണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമെന്നുള്ളത് വേറൊരു സാധനം. ഞാൻ നിങ്ങളോട് ഷെയറിങ് വെച്ചിട്ട് നിങ്ങൾ വലിയ തീരുമാനങ്ങൾ എടുക്കരുത്. കാര്യം വലിയ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗൈഡൻസ്, ഐഡിയയും തീരുമാനമാണ്. സോ ദൈവത്തോട് പ്രാർത്ഥിക്കണം. God, if you believe in Jesus, and if you do not believe in Jesus, ദൈവത്തോട് വിശ്വസിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ദാറ്റ് യു വിൽ റിയലി ഹാവ് മേക്ക് ദിസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻഡ് ദൈവത്തെ വിശ്വസിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം. സോ ദൈവമുണ്ട്. ഗോഡ് ഹോളി ട്രിനിറ്റി, പിതാവ്, പരിശുദ്ധാത്മാവ്. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ജീസസ് യൂത്തിലുള്ള ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായി, ഒരു ക്രിസ്തീയ വിശ്വാസം നമുക്ക് എങ്ങനെ പ്രഖ്യാപിക്കാം, എങ്ങനെ can we tell someone that I am a believer, what is the basics of that belief, what is the means of that belief? And I was like, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കുറേ ബൈബിള്, ജീസസിൻ്റെ പുനരുദ്ധ, ജീസസിൻ്റെ റിസറക്ഷൻ, ലൈഫ് കുറേ ഞാൻ എൻ്റെ മനസ്സിൽ ഓടിയിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ലൈക്ക് ചേട്ടൻ എങ്ങനെ ഡിഫൈൻ ചെയ്യും? അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ഫണ്ടമെൻ്റലി വിശ്വാസക്രമമാണ്. അപ്പോസ്തലിക് ക്രീഡ്, പ്രയർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം, ഷെയർ ചെയ്യാൻ പഠിക്കണം, പറയാൻ പഠിക്കണം, അത് ഡിഫൈൻ ചെയ്യാൻ പഠിക്കാം. സോ ആ ഒരു പ്രാർത്ഥന എങ്ങനെ വെച്ചിരിക്കും പറഞ്ഞാൽ, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് ബൈബിളിലെ സ്റ്റാർട്ടിങ് ഉൽപ്പത്തി പുസ്തകത്തിലെ ചെറിയൊരു സമ്മറൈസേഷനാണ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്, ഗോഡ് ക്രിയേറ്റഡ് men and women, almighty God. കാരണം നമ്മളെപ്പോഴും ഈ ഭൂമി ക്രിയേറ്റ് ചെയ്തതായ ബിഗ് ബാങ് യൂണിവേഴ്സ്, എർത്ത്, സോളാർ സിസ്റ്റം, മിൽക്കി വേ ഗാലക്സി, നമ്മുടെ ഈ യൂണിവേഴ്സ്, മാറ്റർ, ആൻറ്റി മാറ്റർ, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ആൻറ്റി ഇലക്ട്രോൺസ്, ആൻറ്റി പ്രോട്ടോൺ, ആൻറ്റി ന്യൂട്രോൺസ്, ഇതെല്ലാം ആര് ക്രിയേറ്റ് ചെയ്ത ഗ്രാൻഡ് മാസ്റ്റർ ബിഹൈൻഡ് ഇലക്ട്രിക്കൽ. ആ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഒരു ചെസ് വേർഡാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഹൂ ഇസ് ദി ആബ്സല്യൂട്ട് എന്നുള്ളതാണ്. ചെസ് പ്രകടനത്തിനുണ്ട് സർവശക്തമായ ദൈവം, ഓൾമൈറ്റി ഗോഡ്, സർവശക്തമായ പിതാവ്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിനെ വിശ്വസിക്കുന്നു. ഓക്കെ. ആൻഡ് ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്വൈക ദൈവം എന്ന് പറയും ഹോളി ട്രിനിറ്റി. ഇത്ര ദൈവം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ വൺ ഗോഡ്. ആ ഗോഡിൽ 3 പീപ്പിൾ. അതാണ് ദ ഫാദർ, ദ സൺ, ദ ഹോളി സ്പിരിറ്റ്. 3 പേര്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ രഹസ്യം, ഹോളി സീക്രട്ട് എന്ന്. ഇത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ ദൈവം അനുവദിക്കണം. ഗോഡ് ഷുഡ് ബ്ലെസ് യു ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ത്വൈക ദൈവം, പിതാവായ ദൈവമായ ദൈവമായി സൃഷ്ടിച്ചിട്ട് ഇസ്രായേൽ ജനങ്ങളോട് ഫുൾ തീനാളത്തിന് ആരും ദൈവത്തിനെ കണ്ടിട്ടില്ല. ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആരും തന്നെ ദൈവത്തിനെ കണ്ടിട്ടില്ല, പിതാവായ ദൈവത്തെ കണ്ടിട്ടില്ല. പുത്രനായ ദൈവം പ്രത്യക്ഷപ്പെടാറുണ്ട് മനുഷ്യന്മാർക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ കോണ്ടംപററി ആൾക്കാർ ആർക്കെങ്കിലും പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള ചാൻസ് ഉണ്ട്. വിഷ്ണുമാരും മാതാവൊക്കെ. സോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്.